അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. ലക്ഷോപലക്ഷം വിശ്വാസികൾ വിതുമ്പുന്ന ഹൃദയത്തോടെ, കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ, നീറുന്ന 100 പ്രശ്നങ്ങൾ പറയുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ കണ്ണുനീര് ഒരേ സമയം കണ്ണുനീരിന്റെ പുഴ പോലെ ഒഴുകുന്ന ഒരു ഗേഹമാണ് പരിശുദ്ധമായ കഅബ. ആ കഅബാലയത്തിന്റെ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഓരോ സ്ഥലങ്ങളിലും പരിശുദ്ധരായ ഹാജിമാര് കടന്നു പോകുമ്പോൾ അവരുടെ മനം പൊട്ടിക്കൊണ്ട് അവരുടെ വിഷമങ്ങൾ പറയുന്നതായി നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സമയത്ത് നമ്മുടെ പാപങ്ങൾ അഖിലവും അള്ളാഹു പൊറുത്തു തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ നളറ ഇലൽ ബൈത്ത്, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബാലയം കാണുമ്പോൾ പറയാറുണ്ടായിരുന്ന പ്രാർത്ഥനകൾ മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നു, അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത تشريفا وتعظيما وتكريما وبرا ومهابة وزد من شرفه وعلمه ممن حجه واعتمره تعظيما وتشريفا وبرا ومهابة. ഈ ദിക്ർ കഅബാലയം കാണുന്ന സമയത്തൊക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാറുണ്ടായിരുന്നു. അല്ലാഹു പരിശുദ്ധമാക്കപ്പെട്ട കഅബ കാണാനും പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയത്തെ കില്ല പിടിച്ചുകൊണ്ട് ദുആ ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.